ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 അതിലെ 18ാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോയിലേക്ക്. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ 2 ഹാഷ് റാസി കാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഒരുപാടധികം ഡീമൺ സ്ലെയേഴ്സ് മരിച്ചു കിടക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഷിനുബോ പറയുവാണ്, എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ഇനി ജീവനോട് ഇരിപ്പില്ലെന്ന്, എല്ലാം ആ ഡീമൻ കൊന്നെന്ന് തോന്നുന്നു. കേട്ടിട്ട് നമ്മുടെ ജിയോ പറയുവാണ്, എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ആ ഡീമനെ പിടിച്ചിട്ട് കൊല്ലണം. നമ്മളിവിടെ നിന്ന് സംസാരിച്ച സമയം കളയാതെ നമുക്ക് ആ ഡീമനെ പിടിക്കാൻ പോവാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. ഈ ഓടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു ജിയോട് പറയുവാണ്, നീ എന്താ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? ഈ ഡീമനൊക്കെ കൊല്ലുന്നതെന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, നീ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ഷിനുബു കേട്ടിട്ട് നമ്മുടെ ജിയോ പറയുവാണ്, എനിക്ക് നിന്നോട് കുഞ്ഞു കളിച്ചുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് ആ ഡീമനെ പിടിച്ച് കൊല്ലണമെന്ന് പറയുവാണ്. കേട്ട് ഷിനുബു പറയുവാണ്, നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനാണെങ്കിൽ വെസ്റ്റ് സൈഡിലോട്ട് പോട്ടെ, കാരണം ഇവിടെ എവിടേക്കാണ് ഡീമൻ നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വെസ്റ്റ് സൈഡിലോട്ട് പോട്ടെ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് ജിയോ പറയുവാണ്, നീ എങ്ങോട്ടെങ്കിലും പോയി, ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അങ്ങനെ ആ 2 ഹാഷ് റാസും 2 വരിയിലേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ താൻസ്രോനെയും അതുപോലെ തന്നെ ഇനോസ്കിനെയാണ്. താൻസ്രോ ആണെങ്കിൽ താൻസ്രോയുടെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ഡീമന്റെ കൈ അങ്ങ് വെട്ടുകയാണ്. നോക്കുന്ന സമയത്ത് താൻസ്രോ വെട്ടിയിട്ട് ആ കൈ അവിടെ നിന്ന് വെട്ടിപ്പോകുന്നില്ല. താൻസ്രോയുടെ കട്ടാണ് അവിടെ കുടുങ്ങി കിടക്കുവാണ്. താൻസ്രോയ്ക്ക് അത് എടുക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ ആ ഡീമൻ നീ എന്നെ കൊല്ലുവടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസ്രോ എടുത്തോട്ട് അവന്റെ മറ്റേ കൈ കൊണ്ട് അടിക്കാൻ വരുവാണ്. പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി ചാടി വന്നിട്ട് അവന്റെ 2 വാളും വെച്ച് ആ കൈയിലോട്ട് വെട്ടുവാണ്. ഇതേ സമയം നമ്മുടെ ഇനോസ്കിയുടെ വാളും അവിടെ കുടുങ്ങി പോവാണ്. അങ്ങനെ നമ്മുടെ താൻസ്രോയുടെ ഇനോസ്കിയുടെ വാളും അവിടെ കുടുങ്ങി കിടക്കുവാണ്. ഇവന് നല്ല രീതിയിൽ വേദന വന്നതുകൊണ്ട് തന്നെ ആ ഡീമൻ 2 പേരെ എടുത്തെറിയുവാണ്. അങ്ങനെ താൻസ്രോ ചിന്തിക്കുന്നു, ഞാൻ എന്റെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ആ ഡീമനെ വെട്ടാൻ നോക്കിയത്, എന്നിട്ടും ആ ഡീമന്റെ കൈ മുറിഞ്ഞില്ല. അവന്റെ കൈക്ക് ഒരു ചെറിയ പോറൽ മാത്രമാണ് ഉണ്ടായത്. ഞാൻ എങ്ങനെ ഈ ഡീമനെ കൊല്ലുന്നതെന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. ഇതേ സമയം തന്നെ ആ ഡീമൻ പറയുവാണ്, എന്റെ ഫാമിലിയുടെ അടുത്തോട്ട് വന്നാൽ ഞാൻ നിന്നെയൊക്കെ കൊന്നു കളയുമെന്നാണ് ആ ഡീമൻ പറയുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡീമൻ വന്നിട്ട് താൻസ്രോനെ ഇടിക്കാൻ വരുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻസ്രോ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഇനോസ്കി ആണെങ്കിൽ അവനെക്കാട്ടി സ്ട്രോങ് ഞാനടാ, നീ ആദ്യം എന്നെ തോപ്പിക്കടാന്ന് പറഞ്ഞിട്ട് ആകാശത്തു നിന്ന് മണ്ടയ്ക്ക് ഒന്ന് താരോട്ട് ചാടുകയാണ്. ഇതേ സമയം തന്നെ ആ ഡീമൻ കണ്ടതുകൊണ്ട് തന്നെ ആ ഡീമൻ നമ്മുടെ ഇനോസ്കിനെ അടിച്ചു തെറിപ്പിക്കുകയാണ്. ഇനോസ്കി ആണെങ്കിൽ വെള്ളത്തിൽ പോയി വീഴുവാണ്. ഇനോസ്കി ആണെങ്കിൽ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്, കാരണം അവന്റെ ശരീരത്ത് ഒരുപാടധികം മുറിവുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തു നിന്ന് ഒരുപാടധികം ചോരകളൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനോസ്കി വളരെ രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഇനോസ്കി വിട്ടുകൊടുക്കുന്നില്ല. ആ ഡീമനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കി ആ ഡീമൻ എടുത്തോട്ട് പോകാൻ വേണ്ടി തയ്യാറാവും. ആ ഡീമൻ ആണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലുവടാന്ന് പറഞ്ഞിട്ട് ഇനോസ്കിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇനോസ്കിയും ഓടുകയാണ്. ഇതേ സമയം തന്നെ ഇനോസ്കിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ച താൻസ്രോയുടെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്കിന്റെ സെക്കൻഡ് ഫോം എടുത്തിട്ട് അവിടുന്ന് ഒരു മരം വെട്ടി തറയിലോട്ട് ഇടുവാണ്. മരം വീഴുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇനോസ്കി പറയുകയാണ്, ഈ മരം എന്നെ മണ്ടയ്ക്ക് വേണം, ഞാൻ അന്നേരം തന്നെ തീരും, അതുകൊണ്ട് തന്നെ കുറച്ച് വേഗത്തിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് ഇനോസ്കി ആണെങ്കിൽ കുറച്ച് വേഗത. ഇനോസ്കി ആണെങ്കിൽ ആ മരത്തിന്റെ അവിടുന്ന് രക്ഷപ്പെടും. പക്ഷേ ഇനോസ്കിയുടെ പുറകെ വന്ന ആ ഡീമന്റെ മണ്ടയ്ക്കേക്ക് ആ മരം അങ്ങ് വീരുവാണ്. ഇനോസ്കി ചിന്തിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ മരം എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് നമ്മൾ ഇനോസ്കി. നോക്കുന്ന സമയത്ത് ആ മരത്തിന്റെ സൈഡ് ദേണ്ടറായി നമ്മുടെ താൻസ്രോ നിൽക്കുന്നു. അന്നേരം തന്നെ ഇനോസ്കിക്ക് മനസ്സിലാവുകയാണ് ഈ മരം വെട്ടിയിട്ടത് നമ്മുടെ താൻസ്രോ ആണ്. ഇതേ സമയം തന്നെ ഇനോസ്കിക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ താൻസ്രോ ചില്ലറക്കാരനല്ല, താൻസ്രോക്ക് അത്യാവശ്യം ശക്തിയൊക്കെ ഉണ്ട്. നോക്കുന്ന സമയത്ത് ആ ഡീമൻ കിടക്കുന്ന വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരുപാടധികം കൊമളകളൊക്കെ വരുന്നു. താൻസ്രോയ്ക്ക് മനസ്സിലാവുകയാണ് ആ ഡീമൻ മരിച്ചിട്ടില്ല, ആ ഡീമനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന്. അങ്ങനെ താൻസ്രോ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്കില് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കായ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാടധികം ഓക്സിജനൊക്കെ വലിച്ചു കയറ്റുവാണ്. ഇത് കണ്ട ഇനോസ്കി വിചാരിക്കുവാണ്, ഇവൻ എന്തിനാണ് ഈ ഒരുപാടധികം ഓക്സിജനൊക്കെ വലിച്ചു കയറ്റുന്നതെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ താൻസ്രോ ആണെങ്കിൽ അവൻ്റെ കണ്ണ് തുറക്കുവാണ്. ഇതേ സമയം തന്നെ താൻസ്രോ പറയുവാണ്, വാട്ടർ ബ്രീത്തിങ് 10th ഫോം എന്ന് പറഞ്ഞിട്ട് ആ ഡീമൻ്റെ അടുത്ത് വെട്ടാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഇതേ സമയം തന്നെ ആ ഡീമൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഡീമൻ ആണെങ്കിൽ ആ മരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ താൻസ്രോനെ അടിക്കുവാണ്. നമ്മുടെ താൻസ്രോയുടെ വാള് ആ മരത്തിലാണ് കൊള്ളുന്നത്. താൻസ്രോനെ ആ മരം ഉപയോഗിച്ചിട്ട് എടുത്തെറിയുവാണ് ആ ഡീമൻ. കണ്ട ഇനോസ്കി നമ്മുടെ താൻസ്രോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയം തന്നെ താൻസ്രോ അലച്ച് പറയുവാണ്, എടാ നീ ഒന്ന് പിടിച്ചു നിൽക്കണേ, ഈ ഞാൻ വരുന്ന മനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിരിക്കണേ, നീ മരിക്കല്ലടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസ്രോ അവിടുന്ന് തെറിച്ചു പോകും. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ പുറമോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. ആ ഡീമൻ നമ്മുടെ ഇനോസ്കിയെ കൊല്ലാൻ വേണ്ടി ഇരിക്കുവാണ്. സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സെരിത്സു ആണെങ്കിൽ മരിക്കാറായി കിടക്കുവാണ്. നമ്മുടെ സെരിത്സു എത്ര ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടും നമ്മുടെ ആ വിഷം കയറുന്ന സ്പീഡ് കുറയാതെ ആ വിഷം കയറാതിരിക്കത്തൊന്നുമില്ല. നമ്മുടെ സെരിത്സുവിൻ്റെ അടുത്ത് ആരും ഒന്നുമില്ല. സെരിത്സു ഇപ്പം സമയം നമ്മുടെ സെരിത്സുവിന് മനസ്സിലാവുകയാണ് ഞാൻ മരിക്കാൻ പോവാന്ന്. അവൻ മെല്ലെ അവൻ്റെ കണ്ണുകൾ അടയ്ക്കുന്നു. അന്നേരം അവൻ്റെ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുവാണ്. അന്നേരം അവൻ വീണ്ടും കണ്ണു തുറന്നിട്ട് അവനെ കൊണ്ട് പറ്റുന്നത്ര അവൻ സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ബ്രീത്തിങ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് അവന് ശ്വാസം എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ സെനിറ്റ്സുവിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇതേ സമയമായിരുന്നു സെനിറ്റ്സുവിൻ്റെ അതുവഴി ഒരു പൂമ്പാറ്റ വന്നത്. സത്യം പറഞ്ഞാൽ അത് പൂമ്പാറ്റയല്ലായിരുന്നു, അത് നമ്മുടെ ഷിനുബു ആയിരുന്നു. വന്നോടെ നമ്മുടെ സെനിറ്റ്സിനോട് ചോദിക്കുവാണ്, നിനക്ക് ജീവനുണ്ടോ? പിന്നെ കാണിക്കുന്നത് ആ
ആകാശത്തിൽ നിന്ന് താരോട്ട് വീണായിരിക്കുന്ന നമ്മുടെ താൻജിറോനെയാണ്. താൻജിറോ ആണെങ്കിൽ വലിയതായിട്ട് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി അവന്റെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സേഫ് ആയിട്ട് ലാൻഡ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജിറോ. താരോട്ട് ഇറക്കുന്ന സമയത്ത് തന്നെ ഒരാൾ കരയുന്ന സൗണ്ട് കേൾക്കുന്നു. അതെന്താന്ന് ചെന്ന് നോക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ പെൺകുട്ടിയായിട്ടുള്ള ഡീമനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മറ്റേ ആ ഡീമനുമാണ് അവിടെ നിൽക്കുന്നത്. നോക്കുന്ന സമയത്താണെങ്കിൽ ആ വലിയ ഡീമൻ ആണെങ്കിൽ ആ കൊച്ചു പെൺകുട്ടി ഡീമന്റെ മൊത്തം അടിച്ച് ചോര വരുത്തിക്കൊണ്ടിരിക്കുവാണ്. ഇതേ സമയം തന്നെ ആ ഡീമന് മനസ്സിലാവാണ് നമ്മുടെ താൻജിറോ സൈഡിലിരുന്ന് നോക്കുന്നുണ്ടത്. ഇതേ സമയം തന്നെ ആ ഡീമൻ നമ്മുടെ താൻജിറോട് ചോദിക്കുവാണ്, നീ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന്. നമ്മുടെ താൻജിറോ പറയുവാണ്, നിങ്ങൾ രണ്ടുപേരും ടീമല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ തമ്മിൽ അടി കൂടുന്നതൊക്കെ കേട്ടാ ആ ഡീമൻ പറയുവാണ്, ഞാൻ അവന്റെ ബ്രദറാണ്, അവൾ എന്റെ സിസ്റ്ററാണ്, എന്റെ സിസ്റ്ററിനെ ചെയ്യാൻ എനിക്കെന്താ അധികാരമുണ്ട്, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാന്ന് നമ്മുടെ താൻജിറോട് ആ ഡീമൻ ചോദിക്കുവാണ്. കണ്ടിട്ട് നമ്മുടെ താൻജിറോയ്ക്ക് വളരെയധികം ദേഷ്യം വന്നിട്ട് പറയുകയാണ്, ഇങ്ങനൊന്നുമല്ല ഒരു ചേട്ടനും അനിയത്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടൊന്നുമല്ല നടക്കുന്നത്, അവർ നല്ല സ്നേഹത്തിലാണ്, ഇങ്ങനെയല്ല റിയൽ ഫാമിലി എന്ന് നമ്മുടെ താൻജിറോ ആ ഡീമനോട് പറയുകയാണ്. നീ ഒരു വൃത്തികെട്ട ചേട്ടനാണെന്ന് നമ്മുടെ താൻജിറോ ആ ഡീമനോട് പറയുവാണ്. ഇതൊക്കെ കേട്ട ആ ഡീമന് വളരെയധികം ദേഷ്യം വരുന്നു. ഇതേ സമയത്ത് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട ഒരു ഡീമൻ സ്ലെയർ അങ്ങോട്ട് വരുന്നു. ആ ഡീമൻ സ്ലെയർ വന്ന ഉടനെ തന്നെ പറയുവാണ്, എന്റെ മുന്നിൽ 2 ഡീമൻസോ, ഇവരുടെ 2 പേരുടെ കാര്യം ഞാനേറ്റു. നമ്മുടെ താൻജിറോനെ കാണുന്നുണ്ട്. താൻജിറോട് പറയുവാണ് അങ്ങോട്ടൊന്ന് മാറിയിരിക്കാൻ, ഇവരുടെ 2 പേരുടെ കാര്യം ഞാനേറ്റു, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാണ്. നമ്മുടെ താൻജിറോ പറയുന്നുണ്ട്, ഇപ്പൊ അങ്ങോട്ട് പോയത് അവൻ നിന്നെ കൊന്നു കളയുമെന്ന്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ സ്ലെയർ പറയുവാണ്, എനിക്ക് തോന്നുന്നു വിഷയമല്ലെന്ന്. ഇതേ സമയം തന്നെ ആ ഡീമൻ ആണെങ്കിൽ അവന്റെ കയ്യിലിരുന്ന ചിലന്തി വല യൂസ് ചെയ്തിട്ട് ആ ഡീമൻ സ്ലെയറിനെ ഒരുപാടധികം കഷ്ണങ്ങളാക്കി മാറ്റുക. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താൻജിറോ അങ്ങ് ഇല്ലാതായി പോവാണ്. കാരണം ഒറ്റ ഒരു അറ്റാക്ക് യൂസ് ചെയ്തിട്ട് ആ ഡീമൻ സ്ലെയറിനെ തുണ്ടം പീസാക്കി മാറ്റി. ആ ഡീമൻ പറയുന്നു, നീ എന്നെ കുറിച്ച് നേരത്തെ ഏതാണ്ട് പറഞ്ഞല്ലോ, അതെന്നോട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോയ്ക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമന്റെ സ്മെല്ല് കിട്ടുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോയ്ക്ക് മനസ്സിലാവുന്നു അത് ഈ ഡീമന്റെ സ്മെല്ലാണ്. നമ്മുടെ താൻജിറോയ്ക്ക് മനസ്സിലാവാണ് ഈ ഡീമൻ ചില്ലറക്കാരനല്ല. നമ്മുടെ താൻജിറോ പറയുവാണ്, ഞാൻ നിനക്കിപ്പോ പറഞ്ഞു തരാടാ നമ്മുടെ താൻജിറോ ആ ഡീമനോട് പറഞ്ഞു കൊടുക്കുക. കാണിക്കുന്നത് നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ഓരോ സ്ഥലത്തൊക്കെ പോയി ആ ഡീമനെ രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചിരിക്കുകയാണ്. ഇതേ സമയം ആ ഡീമൻ ആണെങ്കിൽ നമ്മുടെ ഇനോസ്കിയുടെ ബ്ലഡ് കണ്ട് അത് ഫോളോ ചെയ്ത് നമ്മുടെ ഇനോസ്കിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. ഇനോസ്കി വിചാരിക്കുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ആലോചിക്കും ഇനോസ്കി എന്ന് പറഞ്ഞ് അവന്റെ തലയ്ക്ക് തന്നെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡീമൻ ആണെങ്കിൽ നമ്മുടെ ഇനോസ്കി നിന്ന് ആ മരം അങ്ങ് ഇടിച്ചു പൊട്ടിക്കുകയാണ്. നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് രക്ഷപ്പെടുവാണ്. ഓടുന്നതിന് ഇടയ്ക്ക് തന്നെ നമ്മുടെ ഇനോസ്കി പറയുവാണ്, ഹേ താൻജിറോ, നീ ഒന്ന് പെട്ടെന്ന് വാ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിടിച്ച് നിൽക്കുക, നീ എത്രയും പെട്ടെന്നൊന്ന് വരാൻ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇനോസ്കി ചിന്തിക്കുവാണ്, ഞാൻ എന്തിനാ താൻജിറോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ഞാനല്ല താൻജിറോയെക്കാട്ടി സ്ട്രോങ്, അപ്പം എനിക്ക് തന്നെ ഇവനെ കൊന്നാ പോയെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന ഇനോസ്കി ആണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുവാണ്. അത് നമ്മുടെ ഡീമന്റെ തന്നെ നമ്മുടെ ഇനോസ്കി അങ്ങ് ചാടിയിട്ട് ആ ഡീമന്റെ കയ്യിലോട്ടൊക്കെ വെട്ടുവാണ്. പക്ഷെ വെട്ടുന്ന സമയത്ത് തന്നെ അത് വെട്ടൊന്നും കൊള്ളുന്നില്ല, നമ്മുടെ ആ ഡീമൻ ഒന്നും പറ്റുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കിയുടെ കയ്യിലുണ്ടായിരുന്ന മറ്റേ വാളെടുത്തിട്ട് ആ വാളയിൽ അടിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഇനോസ്കി. ഇതേ സമയം തന്നെ ആ ഡീമന്റെ കൈ അങ്ങ് മുറിഞ്ഞു പോവുകയാണ്. ആണെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് അവന്റെ ഒരു വാളെടുത്തിട്ട് മറ്റേ വാളിന്റെ മണ്ടയ്ക്ക് അടിച്ചടിച്ച് ആ കാര്യം അങ്ങ് മുറിച്ച് കളയുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി പറയുവാണ് ആ ഡീമനോട്, ഞാനിപ്പോ നിന്നെ കൊല്ലാൻ പോവാടാന്ന്. ഇതൊക്കെ കണ്ട ആ ഡീമൻ പറയുവാണ്, അയ്യോ എന്നെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി ചിന്തിക്കുവാണ്, ഇത്ര നേരം ഞാൻ അവൻ്റെ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു, ഇനി നീ കുറച്ച് നേരം എൻ്റെ രക്ഷപ്പെടാന്ന് പറഞ്ഞ് നിന്നെ ഞാനിപ്പോൾ കൊല്ലാൻ പോവാടാന്ന് പറഞ്ഞ് അവന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജിറോയും അതുപോലെ തന്നെ മറ്റേ ആ ചിലന്തി വല വിടുന്ന ഡീമനും തമ്മിൽ വലിയ രീതിയിലുള്ള ഫൈറ്റ് ആണ്. അവളുടെ ചിലന്തി വല ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ താൻജിറോയ്ക്ക് വലിയ രീതിയിൽ പിടിച്ചൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അവന്റെ മോഹമൊക്കെ ചെറുതായിട്ട് തന്നെ ആ ഡീമൻ പറയുവാണ്, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ പെട്ടെന്നൊന്നും കൊല്ലാൻ പോകുന്നില്ല, ഞാൻ നിന്നെ പെതുക്കെ കൊല്ലത്തുള്ളൂ, കാരണം നീ എന്നെ വൃത്തികെട്ട ചേട്ടനെന്ന് വിളിച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ പെതുക്കെ കൊല്ലത്തുള്ളൂ. നമ്മുടെ കാണിക്കുന്നത് നമ്മുടെ ഇനോസ്കിയുടെ അടുത്തു നിന്ന് ഓടിപ്പോയ ഡീമനെ തിരക്കി നടക്കുന്ന ഇനോസ്കിനെയാണ്. ഇനോസ്കി എത്രയൊക്കെ നോക്കിയിട്ട് ആ ഡീമനെ കാണുന്നില്ല. പിന്നെ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ അവന്റെ ബീസ്റ്റ് ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ഡീമൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഇനോസ്കിയുടെ മണ്ടയ്ക്ക് തന്നെയുണ്ട് ആ ഡീമൻ, അതും പേടിച്ച് പറിച്ച്. ഇതൊക്കെ കണ്ടോണ്ട് നമ്മുടെ ഇനോസ്കി പറയാണ്, നീ മര്യാദയ്ക്ക് താരോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ മേലോട്ട് കയറി വരുന്നോ, നിന്റെ ഭരണം എന്റെ കയ്യിൽ നിന്ന് തന്നെ ആടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനോസ്കിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ആ ഡീമൻ ഇനോസ്കിയെ കണ്ടല്ല പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് പകരം ആ ഡീമനെ എവിടോ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനാണ് കരയുന്നത്. പെട്ടെന്ന് തന്നെ ആ ഡീമന്റെ ദേഹത്തുനിന്ന് അവന്റെ പവർഫുൾ ഫോം ആയിട്ടോ മാറുകയാണ് ആ ഡീമൻ. സമയം തന്നെ നമ്മുടെ ഇനോസ്കി അങ്ങ് ഇല്ലാതായി പോവാണ്. കാരണം നേരത്തെയുള്ള ഡീമന്റെ കൈ ഒന്ന് വെട്ടാൻ തന്നെ ഒരുപാടധികം സമയം എടുത്തു. ഈ ഡീമന്റെ അടുത്ത് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ്. നമ്മുടെ ഇനോസ്കിക്ക് മനസ്സിലാവാണ് എന്റെ അവസാനം ഈ ഡീമന്റെ കയ്യിൽ നിന്നാണെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി ചിന്തിക്കുവാണ്, നമ്മുടെ താൻജിറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു
പറയുന്നു, ഇനോസ്കി നീ ഇവിടെ ഞാൻ വരുന്ന വരെ പിടിച്ചു നിൽക്കണം, നീ മരിക്കരുതെന്ന് പറയുന്ന കാര്യം നമ്മുടെ ഇനോസ്കി ചിന്തിക്കുകയാണ്. മാത്രമല്ല ഇനോസ്കി ആ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളും ചിന്തിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചു വരണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് പറയുന്ന കാര്യവും നമ്മുടെ ഇനോസ്കി ചിന്തിക്കുകയാണ്. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇനോസ്കി പറയുവാണ്, ഞാൻ ഒരിക്കലും പിന്മാറത്തില്ലടാ, ഞാൻ നിന്നെ ഇവിടുന്ന് കൊന്നിട്ടേ പോത്തുള്ളടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കി അവിടെ മാളൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുക. സമയം തന്നെ ആ ഡീമൻ ആണെങ്കിൽ നമ്മുടെ ഇനോസ്കിയെ ഒറ്റ അടി അടിക്കുവാണ്. ഇനോസ്കി ആണെങ്കിൽ ഓരോ മരത്തിലൊക്കെ ചെന്ന് തട്ടി ഒരിടത്ത് പോയി വീഴുകയാണ്. കൊല്ലാൻ വേണ്ടി ആ ഡീമൻ ഓടി വരികയാണ്. ഇനോസ്കിയെ ഇപ്പൊ അടിക്കുവടാ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് ഇനോസ്കി അവിടെ നിന്ന് ചാടുന്നത്. ഡീമനെ പുറകെ കൂടെ വെട്ടാവെന്ന് പറഞ്ഞ ഇനോസ്കി കയ്യിലിരുന്ന 2 വാളും വെച്ച് അങ്ങ് അടിക്കുവാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇനോസ്കിയുടെ ആ 2 വാളും അവിടെ വെച്ച് പൊട്ടിപ്പോവുകയാണ്. കണ്ടിട്ട് നമ്മുടെ ഇനോസ്കി അങ്ങ് ഇല്ലാതായി പോവാണ്. കാരണം ഇനോസ്കിയുടെ കയ്യിലുണ്ടായിരുന്ന 2 വാളും പൊട്ടിപ്പോയി. ഇനി ഇനോസ്കി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ്. ആ ഡീമൻ മുതലെടുത്തിട്ട് ഇനോസ്കിയുടെ തലയെ പിടിച്ചിട്ട് പൊക്കി പിടിച്ചിട്ട് ആ തല നെക്കി പൊട്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. ഇനോസ്കി ആണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാനിപ്പോൾ കൊല്ലുവാടാന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലിരുന്ന പൊട്ടിയ വാളെടുത്തിട്ട് അവൻ്റെ താടിയിലോട്ട് കുത്തുവാണ്. ഇതൊന്നും ആ ഡീമൻ ശ്രദ്ധിക്കുന്നില്ല. ആ ഡീമൻ ആണെങ്കിൽ ഇനോസ്കിയുടെ തലയിലോട്ട് ഒന്നും കൂടെ നെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അധികം വേദനയിൽ ഇനോസ്കി ഇരിക്കുകയാണ്. കൈകളൊക്കെ വിറയ്ക്കുകയാണ്. അവൻ്റെ കാലുകളും അവന് നല്ല രീതിയിൽ വേദനയൊക്കെ എടുക്കുന്നുണ്ട്. ഇനോസ്കിക്ക് മനസ്സിലാവാണ് ഇവൻ്റെ അവസാനം ഈ ഡീമൻ്റെ കയ്യിലാണെന്ന്. ഇനോസ്കിക്ക് ബ്രീത്ത് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അവൻ്റെ സാഹസമൊക്കെ നിലയ്ക്കുവാണ്. അങ്ങനെ അവൻ്റെ കണ്ണുകൾ അടയുകയാണ്. ഇതേ സമയം ഒരു സ്ത്രീയാണ് കാണിക്കുന്നത്. ഒരു കൊച്ചു ഇനോസ്കിയെ കയ്യിൽ പിടിച്ചിട്ട് പറയുവാണ്, ഇനോസ്കി നീ വിട്ടുകൊടുക്കരുത്, ഇനോസ്കി നീ ഉറപ്പായിട്ടും ജീവിക്കണം, നീ ഉറപ്പായിട്ട് സർവൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇനോസ്കി ഏതോ ഒരു മലയുടെ മണ്ടയ്ക്ക് ഒന്ന് താരോട്ടിടുവാണ് ആ സ്ത്രീ. ഇനോസ്കി ആണെങ്കിൽ എല്ലാവരെയും ഓർക്കുന്നുണ്ട്. നമ്മുടെ താൻസ്രോ, അതുപോലെ തന്നെ നമ്മുടെ സെനിത്സു, ഇവരെ എല്ലാവരെയും ഓർക്കുന്നുണ്ട്. നമ്മുടെ ഇനോസ്കിയെ മറ്റേ അമ്മച്ചി, അതുപോലെ തന്നെ നമ്മുടെ ഇനോസ്കിയുടെ കുട്ടിക്കാലം എല്ലാവരെയും ഓർക്കുന്നുണ്ട്. പക്ഷേ ഇനോസ്കിക്ക് ആരാന്ന് മനസ്സിലാവുന്നില്ല. ഈ സ്ത്രീ ഇനോസ്കി എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ ആരാന്ന് ഇനോസ്കിക്ക് മനസ്സിലാവുന്നില്ല. ഇനോസ്കിയുടെ തല വളരെയധികം ബലത്തിൽ പിടിച്ച് നെക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ ഇനോസ്കിയുടെ വായിൽ നിന്ന് ഒരുപാടധികം ചോര പുറത്തേക്ക് വരുന്നു. ഇനോസ്കി ഇപ്പം മരിക്കടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് ഒരാളിപ്പോൾ അങ്ങോട്ട് ഓടി വരുന്നത്. ആ ആള് വന്നുടനെ തന്നെ ആ ഡീമന്റെ കൈ 2ആയിട്ട് മുറിക്കുകയാണ്. ഇനോസ്കി ഇതേ സമയത്ത് എന്നെ താരോട്ട് വീരുവാണ്. എന്നെ ആരാടാ രക്ഷിച്ചെന്ന് നോക്കുന്ന സമയത്താണ് കാണുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ജിയോയാണ്. ഹാസ്ര ടീമിലുള്ള നമ്മുടെ ജിയോ. ദേശീയത്തിൽ ആ ഡീമൻ പറയുവാണ്, ഞാനിപ്പം നിന്നെ കൊല്ലുവടാന്ന് ജിയോയോട് പറയുവാണ്. ഇതേ സമയത്ത് തന്നെ ജിയോ പറയുവാണ്, വാട്ടർ ബ്രീത്തിങ് 4th ഫോം എന്ന് പറഞ്ഞുകൊണ്ട് ജിയോ ആണെങ്കിൽ ആ ഡീമിനെ 4 കഷ്ണങ്ങളായിട്ട് മുറിക്കുക. കണ്ടിട്ട് ഇനോസ്കിയുടെ കണ്ണ് പുറത്ത് വന്നു. കാരണം ഇനോസ്കി ഒരുപാടധികം ശ്രമിച്ചിട്ടും ഈ ഡീമന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷേ ജിയോ ആണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ആ ഡീമനെ 4th ഫോം യൂസ് ചെയ്തിട്ട് 4 കഷ്ണങ്ങളാക്കി മാറ്റി. കാണിക്കുന്നത് നമ്മുടെ താൻസ്രോനെയും അതുപോലെ തന്നെ വളരെയധികം സ്ട്രോങ് ആയിട്ട് ചെലന്തി വല വിടുന്ന ആ ഡീമനെയാണ്. ആ ഡീമൻ നല്ല രീതിയിൽ തന്നെ താൻസ്രോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ താൻസ്രോ അതിൽ നിന്നൊക്കെ ജസ്റ്റ് മിസ്സായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ താൻസ്രോ നിന്നെ ഞാനിപ്പോൾ കൊല്ലുടാന്ന് പറഞ്ഞ് ആ ഡീമൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുവാണ്. താൻസ്രോ എടുത്തോട്ട് ആ ഡീമൻ ഒരു വെബ് വിടുന്നു. താൻസ്രോ ആണെങ്കിൽ അവൻ്റെ കട്ടാണ യൂസ് ചെയ്തിട്ട് അത് സിമ്പിളായിട്ട് വെട്ടാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്ത് അവൻ്റെ കട്ടാണ അങ്ങ് ഒടിഞ്ഞു. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1 അകത്തിലെ 18ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ട് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഡീമൺ സ്ലെയർ അതിൽ ഏത് ക്യാരക്ടർ ആണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്ത എപ്പിസോഡ് വരാം. ബൈ.